ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ എമ്പുരാൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ്. ഈ സിനിമ ഞാൻ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഇതിലൂടെ പറയുന്നത്. സിനിമ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ പറയേണ്ടത് സിനിമയുടെ മേക്കിംഗ് ആണ്. ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആയിരുന്നു. ഓരോ ഫ്രെയിമുകളും നമുക്ക് കാണുമ്പോൾ ഇത് മലയാള സിനിമയാണോ എന്ന് ഡൗട്ട് തോന്നിപ്പോവും. അത്രയ്ക്ക് കിടിലനായിട്ടാണ് ഓരോ ഷോട്ടുകളും എടുത്തു വച്ചിരിക്കുന്നത്. ഒരു ബോളിവുഡ് ലെവൽ മേക്കിംഗ് എന്നൊക്കെ പറയാം. ആ രീതിയിലാണ് ഈ സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. സിനിമയുടെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പറ്റിയും അതേപോലെ കേരള രാഷ്ട്രീയത്തെ പറ്റിയും കൂടാതെ ഇന്റർനാഷണൽ ലെവലിലുള്ള എബ്രാഹിം ഖുറേഷിയുടെ കുറേ ഡീലുകളെ പറ്റിയുമെല്ലാമാണ് ഈ സിനിമ സംസാരിക്കുന്നത്. സിനിമ മൊത്തത്തിൽ എനിക്കൊരു ആവറേജ് ഫീലിങ്സ് മാത്രമാണ് തന്നത്. എമ്പുരാന്റെ ആദ്യ പാർട്ടായ ലൂസിഫറിന്റെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച് പോയത് കൊണ്ടാകാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും എമ്പുരാനിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൈപ്പ് വെച്ച് പോയത് കൊണ്ടായിരിക്കാം എനിക്കൊരു ആവറേജ് ഫീലിംഗ് മാത്രമായിട്ടാണ് തോന്നിയത്. കഥ പലപ്പോഴും സ്ലോ ആയും അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ലാഗും എനിക്ക് തോന്നി. ഈ സിനിമയിൽ ലാലേട്ടന്റെ 2 ഇൻട്രോകളും അതുപോലെ തന്നെ പൃഥ്വിരാജും ലാലേട്ടനും ഏറ്റവും ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം എനിക്കൊരു ബിലോ ആവറേജ് ആയിട്ട് മാത്രമാണ് തോന്നിയത്. അതിന് കാരണം ഒരുപക്ഷെ ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ കയറ്റി വെച്ച സിനിമയുടെ ഹൈപ്പ് കാരണമായിരിക്കും. അധികം ഹൈപ്പ് ഒന്നുമില്ലാതെ ഓവർ എക്സ്പെക്റ്റേഷൻ കൊടുക്കാതെ പോയിരുന്നു കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഈ സിനിമ പൃഥ്വിരാജ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത പാർട്ടിലേക്കുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിട്ടാണ് ഈ സിനിമ എനിക്ക് തോന്നിയത്. അടുത്ത പാർട്ട് വലിയ വലിയ ഗ്യാങ്ങുകളുമായിട്ട് വലിയ വലിയ കളികളായിരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, സിനിമ എങ്ങനെയുണ്ടായിരുന്നു എന്ന്. എനിക്കെന്തായാലും ഒരു ആവറേജ് ഫീലിംഗ് മാത്രമാണ് ഈ സിനിമയിലൂടെ ലഭിച്ചത്.